പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കേരള കോളിംഗിലേക്ക് സ്വാഗതം. ഞാൻ മുൻഷി രഞ്ജിത്താണ്. തിരുവനന്തപുരത്ത് പെരുങ്കടവിളയ്ക്കു സമീപം പെരുങ്കടവിളയിൽ നിന്ന് കുന്നത്കാലിലേക്ക് പോകുന്ന വഴിക്ക് പാണ്ഡവൻ പാറ എന്നൊരു പ്രദേശമുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഈ പാണ്ഡവൻ പാറ എന്ന പേര് വന്നത് തീർച്ചയായിട്ടും നമ്മൾ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യത്തിൽ നിന്നാണ്. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് വിശാലമായ ചില സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് പാണ്ഡവൻ പാറ. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ആ ഏരിയയിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിനപ്പുറം കുറേ കൂടെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് പാണ്ഡവൻ പാറ. പക്ഷേ മഴക്കാലമായതിനാലും വഴുവഴുപ്പുള്ളതിനാലും കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാതി വഴിക്ക് വെച്ച് ഈ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ്. ടൂറിസത്തിന് വലന്ത സാധ്യതകളുള്ളൊരു പ്രദേശമാണ്. പച്ചപ്പും ട്രെക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഒരു 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 ഇഷ്ടം തോന്നുന്ന ഒരു കുളിർമയുള്ള ഒരു പ്രദേശമാണ് ഇവിടം. എന്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ ഫലപ്രദമായി ടൂറിസത്തിന് വേണ്ടി, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി അത് വിശാലമാക്കി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം വിശാലമായ ചിന്താഗതിയിലേക്ക് അതിനെ വിപുലമാക്കി വരുത്തുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പാണ്ഡവന്മാരുടെ കുറച്ച് അവിടം വരെയൊക്കെ നടന്ന് കയറി കണ്ടു. കമ്പി വലി കാണില്ലേ? ഞങ്ങൾ ആ കുറെ പാറകൾ കണ്ടു. അവിടെ ഒരു കെട്ടിടം കണ്ടു. കമ്പി കെട്ടിയിരിക്കുന്നു. അതിന്റെ അകത്ത് കയറി പോകണം. അതിനകത്താണല്ലേ? അകത്താണ്. അത് ഇത്തിരി ദൂരെ പോകണം. ഇപ്പൊ മഴ ഇപ്പോഴത്തെ സത്യത്തിൽ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി പോകുന്നത് സർക്കാരിന്റെ സ്ഥലമല്ല, നമ്മളെ ബൗണ്ടറിയാണ്. ബിജു രമേശ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. അപ്പൊ വഴി നമ്മുടെ ഫ്രീ ആയിട്ട് വിടും, കയറി പോവാം. അത് കഴിഞ്ഞാണ് സർക്കാരിന്റെ. അത് അവിടെ സർക്കാരിന്റെ. അവിടെ 3 ജീവനക്കാരും ഉണ്ട്. 3 ജീവനക്കാരുണ്ട്. അവിടെ ജീവനക്കാർ, സർക്കാരിന്റെ ജീവനക്കാരായിട്ട് അവിടെ ഇല്ല അവര്. അപ്പൊ അതാണ്. അപ്പം വരുന്നവർക്ക് എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ വെച്ചിട്ടുള്ളത് ഓരോ ഷിഫ്റ്റില്. അപ്പൊ അങ്ങനെ ആരും ഇല്ല. വരുന്ന പയ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം അവരൊക്കെ കയറി പോകും, കണ്ടിട്ടൊക്കെ പോകും. ഈ മഴക്കാല സമയത്ത് ആരും ഞങ്ങൾ കുറച്ച് കയറിയിട്ട് തിരിച്ചിറങ്ങിയത് അതുകൊണ്ടാണ്. മുമ്പില് അങ്ങ് താഴെ ഒരു വീടുണ്ടായിരുന്നു, അതിന്റെ അവിടെ കൂടെ വഴി ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് കയറി പോകുന്നത്. ഇപ്പം ഒരിടത്തും വഴിയില്ല. അപ്പൊ ഇവിടെ കൂടി കയറി പോവാം. ഉള്ളത് പാണ്ഡവൻപാറ എന്ന് പറയുമ്പോഴത്തെ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകത ഗുഹയുണ്ട്. ആ ഗുഹ ഒന്ന് കയറി കാണാൻ നല്ല രസമായിരിക്കും. അത് വേനൽക്കാലത്ത് പോയി കാണും. ഇപ്പോഴും കാണാൻ അത്ര ഇതില്ല. ഗുഹയ്ക്കകത്തൂടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ കാണാനുണ്ട്. അതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. അത് പോയി കയറി കണ്ടാലേ അറിയാം. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുന്നത് കളിക്കവിള എന്നുള്ളൊരു യാത്ര ഇങ്ങനെ വരിക. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ട് അപ്പൊ പെരുങ്കടവിള എത്തിയപ്പോൾ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പാണ്ഡവൻപാറയുണ്ട്, അതിനകത്ത് ഇങ്ങനെയുള്ള പ്രത്യേകതകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മഴ സമയത്ത് ആരും കയറത്തില്ല. പിള്ളേരാരെങ്കിലും ചെക്കന്മാരുണ്ടെങ്കിൽ കയറും. അല്ല ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മഴ ഇല്ലാത്ത സമയത്താണ് കയറി കണ്ടത്. അതെ 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 അതെ. അപ്പൊ ഈ പാറക്കൂട്ടം തന്നെയാണ് പാറക്കൂട്ടം ഗുഹയുണ്ട്. അത് കയറി കണ്ടാലേ അറിയാം. ഈ കയറിയതിനു ശേഷം നമ്മുടെ അതിന്റെ അകത്തൂടെ പോയി മറു സൈഡിലൊക്കെ വരുന്ന അത് കാണാൻ നല്ല രസമാണ്. അവിടെ ടോർച്ച് ഉപയോഗിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലല്ല, അല്ലാതെ അവിടെ ആരെങ്കിലും ഒക്കെ ഒരാൾ കാണും. 1-2 പേര് ഇല്ലാതെ ഇരിക്കുമല്ലോ ചിലപ്പോ ആരും കാണത്തില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇത്രയും ദിവസം കൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. പണ്ട് മുതലേ പിള്ളേരൊക്കെ വന്ന് കയറി കാണും. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാണ്ഡവന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ. പാണ്ഡവന്റെ കാലത്തുള്ള ആ ഐതിഹ്യം ഒന്നും ശരിക്കാറില്ല. പാണ്ഡവന്റെ കാലത്തുള്ള അവിടെ അവര് വനവാസകാലത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട് പറയുന്നത്. അത് പഴയ ചരിത്രം. അത് കഴിഞ്ഞ് പിന്നീട് അത് ഇവിടുത്തെ നാട്ടുകാർ വേറെ രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ 3 ജീവനക്കാർ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. 3 വെച്ചിട്ടുണ്ട്. അവരില്ല, പേരിന് 3 സർക്കാർ ജീവനക്കാരുണ്ട്. അവര് അവിടെ അങ്ങനെയാണല്ലോ. ഒരു സർക്കാരിൽ ഒരു ജോലി കിട്ടിയാൽ പിന്നെ ജോലി ചെയ്യരുത്. 3 ഷിഫ്റ്റിലും, അതായത് അവിടെ ആരെങ്കിലും വരുമ്പോ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് 3 ജീവനക്കാർ. അവരെ അവിടെ കാണൂല. അവിടെ പോയി കഴിഞ്ഞാൽ പാറയിൽ അവരെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഇവരെ വിളിക്കുക. നമ്മളിവിടെ ഫോണിൽ ഉണ്ട്, കിട്ടും. ഇതൊന്ന് വിളിച്ചാൽ മതി. വീട്ടിലാണെങ്കിലും ശമ്പളം അവർ കൈപ്പറ്റും. അതാണ് അവിടുത്തെ. അല്ല, സർക്കാർ അതിനെ ഇവിടെ ഈ കണ്ടക്കാരുടെ ചോദിച്ച ഒരു വഴിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കായിരുന്നു ചെയ്ത്. ഇപ്പൊ റോഡിൽ ഒരു ബോർഡൊക്കെ വെച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ആദ്യം അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എല്ലാരും ഇവിടെ തന്നെ വന്ന് ചോദിക്കുന്നത്. എല്ലാരും വിചാരിക്കും ഇതുവഴി ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കയറിയാലും അങ്ങനെ കറങ്ങി പിന്നെ ഒരു 5 കിലോമീറ്റർ പോയാൽ അങ്ങനെ കറങ്ങി ബാക്കി കൂടിയായിട്ട് വന്ന് കയറാൻ.
ഇതിപ്പോ ഇവിടെ കൂടി അടുത്ത് എളുപ്പം. അപ്പൊ ഞങ്ങൾ ഈ മഴക്കാലം ആയി പോയതുകൊണ്ട് നമുക്ക് അവിടെ പൂർണ്ണമായിട്ട് അവിടെ എത്താൻ പറ്റില്ല. ഒരു പരുവത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നടക്കുന്ന വഴിയൊക്കെ എല്ലാം പോയില്ല, കുറച്ചു ദൂരം പോയിട്ട് തിരിച്ചു വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എവിടം വരെ പോകണമെന്നൊരു ധാരണയില്ല. അതാണ് ഈ കമ്പി വേലിയുണ്ട്, അതിന്റെ അകത്ത് കയറി കമ്പി വേലി കഴിഞ്ഞപ്പുറത്ത് വേറെ കണ്ടം. അപ്പൊ അതിന്റെ അകത്ത് കയറുമ്പോൾ സർക്കാർ ഭൂമി, അതിന്റെ അകത്താണ് ഈ പാറ. അവിടെ നിന്ന് പിന്നെ കുറെ ദൂരം നടക്കണം, കുറച്ചു ദൂരം പോകണം. പിന്നെയും പോകണം. ഈ പോയി അത്രയും പോകണം. അതിനെക്കാട്ടിലും ഉണ്ട്, ടൈം എടുക്കും. ആണല്ലേ? 1.5 മണിക്കൂറൊക്കെ എടുക്കും ടൈം എടുക്കും. അപ്പൊ വാണ്ടോംപാറ സൗകര്യപ്രദമായിട്ട് നമുക്കൊരു വേനൽക്കാലത്ത് നിങ്ങൾ വേണം വന്നു കഴിഞ്ഞാൽ കയറി. മഴ സമയത്ത് കയറരുത്, കയറി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ആൾക്കാർ. അത് നമ്മളെപ്പോഴും പറയും, കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഇത് ഗോഡ്സ് ഓൺ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ചത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ കൊള്ളാവുന്നത്. എന്നാൽ അത് വൃത്തിയായിട്ട് കാണാനനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് ടൂറിസത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരും ചിന്തിക്കുന്നില്ല, ചെയ്യത്തില്ല. അത് നിവൃത്തിയില്ല. മാത്രമല്ല 2-3 പേരെ നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിയമിച്ചവരും അവരും അവരുടെ രീതിയിൽ അവർ ജോലി സംഭവിക്കാതിരിക്കാനാണ് നിയമിച്ചിട്ടുണ്ട്. അവിടെ അവരെപ്പോഴും കാണണം. അവരിവിടെ കൂടെയൊക്കെ പോകും. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇത് അങ്ങോട്ട് പോയാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാണാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇതുവഴി പോയി കഴിഞ്ഞാൽ പനച്ചമൂട്ട് പോയി നെയ്യാർ ഡാമിൽ പോവാം, അല്ലാതെ പേച്ചിപ്പാറ പോവാം. അവിടെ നിന്ന് റൈറ്റ് അടിച്ച് പനച്ചമൂട് വഴി പേച്ചിപ്പാറ പോവാം. പേച്ചിപ്പാറ തമിഴ്നാടല്ലേ? തമിഴ്നാട് വരും. നമ്മുടെ പിന്നെ നെയ്യാർ ഡാം അത് കേരളത്തിൽ. അപ്പൊ അതൊക്കെയാണ് അങ്ങോട്ടുള്ളത്. ഈ കുന്നത്തുകാലല്ലേ നേരെ കയറുന്നത്? കുന്നത്തുകാലിൽ കയറി ലെഫ്റ്റ് അടിക്കുമ്പോൾ കാരക്കുളം, റൈറ്റ് അടിച്ചാൽ അതിലുണ്ടെടുത്ത് പോവാം. ഓ ശരി ശരി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇവിടെ നിന്ന് പോയാലും പെരുങ്കടവളയിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ പോവാം. അങ്ങോട്ട് പോയാൽ ചെമ്പൂര്. അത് തന്നെ. അപ്പം ഞങ്ങളിങ്ങനെ കേരളം കണ്ടിങ്ങനെ യാത്ര ചെയ്യാണ്. അതിനിടയിൽ വാണ്ടോംപാറയെ കുറിച്ച് കേട്ട് നമ്മൾ ഇവിടെ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വിജയൻ. വിജയൻ ചേട്ടനെയും കണ്ടു. വാണ്ടോംപാറയെ കുറിച്ച് കുറച്ച് കഥകൾ പറഞ്ഞു. കഥകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഥകളെന്ന് പറയുമ്പോഴത്തേക്ക് വാണ്ടോംപാറയുടെ കഥ അതൊരു സൈഡിൽ, പക്ഷെ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം കുറച്ച് ശ്രദ്ധിച്ചാൽ ഇതിനെ ഒരു നല്ല ഇത് ടൂറിസം പിന്നെ എടുക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാരും ഇവിടുത്തെ നാട്ടുകാർ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യത്തില്ല. അല്ല, നാട്ടുകാർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇതൊരു പ്രത്യേകതയല്ല. കാരണം അവർ ജനിച്ച പോലെ കാണുന്നതാണ്. നമ്മള് ദൂരെ നിന്ന് വരുന്ന കാണുന്നവർക്ക് ഹൂ എന്നൊക്കെ പറയുന്നത്. ഈ കടൽ തീരത്ത് കിടക്കുന്നവർ കടൽ കണ്ടാൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു സർക്കാർ ഒരു റോഡിനൊരു ബോർഡ് വെക്കാം, വെറുതെ വെച്ചിട്ട് ഈ ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴി ഇവിടെ നിന്ന് ശാല അങ്ങോട്ട് മാറിപ്പോകും. അതെ, ഇത് തന്നെ അങ്ങോട്ട് ഒരു ആരോ പറ്റ ഒരു വഴി പോലും ഇല്ല, ഒരു ബോർഡ് പോലും ഇല്ല. വെക്കാൻ അവർക്ക് വഴിയില്ല. അവരിപ്പോ വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. അല്ല, ഇത് റോഡ് സൈഡിൽ വെക്കാമല്ലോ. അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ വാണ്ടോംപാറ ഇവിടെ നിയർനെസ്റ്റ് ആണ്, നമ്മുടെ ടൂറിസ്റ്റ് ആണ്, കേരളത്തിന്റെ ഇതാണ്, പുരാണ ഇതാണ്, അതൊക്കെ പറയാം. സാധാരണക്കാരായ ആളുകൾ പോലും ഇങ്ങനെ പറയുന്നു. പിന്നെ ഇതിന്റെ അധികാരികൾ ഇതിനെക്കുറിച്ച് ബോധമുള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? അവർ നിയമിച്ചിട്ടുള്ള 3 ജീവനക്കാർ നിയമിച്ചിട്ടുള്ള അവരുടെ പണി നോക്കിക്കൊണ്ട് അവിടെ ആരും പോയി കയ്യേറ്റം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ് ഇരിക്കില്ല. അതിനാരും ഒന്നും ചെയ്യില്ല. പിന്നെ പേടിച്ചാരും തുടങ്ങി. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും. ഇതെങ്ങനെയാകുമോ? നമ്മള് ഇങ്ങനെയൊക്കെ നടന്ന അടുത്ത സ്ഥലത്തേക്ക് നാളെ കാണാം.